വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനിയാണെങ്കിൽ ഹമീദിനോട് തീർത്ത് പറയുന്നുണ്ട്, ഏതറ്റം വരെ പോവേണ്ടി വന്നാലും ഇവരുടെ കൂടെ ഞാൻ ഉണ്ടാകും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ ഹമീദിന് പിന്നീട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഹമീദ് അങ്ങ് തിരിച്ച് ജീപ്പിലേക്ക് പോവുകയാണ്. അന്നേരം അബൂബക്കർ സാറേ എന്നും പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട്. ഇത്രയും പോലീസുകാരൊക്കെ നിൽക്കുകയല്ലേ, പിന്നെ ഞാൻ എത്ര കാശ് വേണമെങ്കിലും മുടക്കാം, അവളെ പിടിച്ച് വണ്ടിയിലോട്ട് കയറ്റു എന്നിങ്ങനെ പറഞ്ഞ് അബൂബക്കർ വീണ്ടും പറയുകയാണ്. പക്ഷേ ഹമീദ് അതിനൊന്നും നിൽക്കുന്നില്ല. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, താൻ വണ്ടി എടുത്ത് പിറകെ വാ എന്ന് പറഞ്ഞിട്ട് ഹമീദ് അങ്ങ് കയറുന്നുണ്ട്. അന്നേരം അബൂബക്കറും കയറുന്നുണ്ട്. അവരവിടെ നിന്ന് പോവുകയാണ്. അന്നേരം ശാലിനിക്കും എല്ലാവർക്കും ഒക്കെ ആശ്വാസമാവുന്നുണ്ട്. നൂറും അനൂപും ഒക്കെ നോക്കി നിൽക്കുകയാണ്. അന്നേരം സി ആണെങ്കിൽ പോയിട്ടില്ല. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, അല്ല സി സാറേ, വലിയ ഏമാന്മാരൊക്കെ പോയി, ഇനി സാറിന് വല്ല നിയമമൊക്കെ പറയാനുണ്ടോ? നമുക്കും കുറച്ചൊക്കെ അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ സർക്കിളിനാണെങ്കിലും ഒന്നും മിണ്ടാൻ സാധിക്കുന്നില്ല. വണ്ടി എടുക്കണമെന്ന് ഇങ്ങനെ ഡ്രൈവറോട് പറഞ്ഞിട്ട് അവരും വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അതിനുശേഷം ശാലിനിയാണെങ്കിൽ അനൂപിനോട് പറയുന്നുണ്ട്, അപ്പോൾ ഇനി പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ യാത്ര തുടർന്നുള്ളൂ, സന്തോഷമായിട്ട് പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. അന്നേരം നൂറാണെങ്കിൽ ശാലിനിയെ ചേച്ചി എന്നും പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അന്നേരം എന്തായത്, സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. നിൻ്റെ മാമയെ കൊണ്ട് ഇനി വലിയ ശല്യം, കുറച്ച് കാലത്തേക്ക് വലിയ ശല്യമൊന്നും ഉണ്ടായില്ല എന്ന് പറയുകയാണ്. അന്നേരം ചേച്ചി താങ്ക്സ് എന്നിങ്ങനെ അനൂപ് പറയുന്നുണ്ട്. അന്നേരം എന്തെങ്കിലും കേസിൽ കൂടുതലായിട്ട് എഴുതി പിടിപ്പിക്കുകയാണെങ്കിൽ ഞാൻ വിളിപ്പിക്കാം എന്ന് പറയുന്നുണ്ട്. തുടർന്ന് അനൂപും നൂറും കൂടെ കാറിൽ കയറിയിട്ട് അവർ യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുകയാണ്, മല പോലെ വന്നത് എലി പോലെ പോയി, എന്തായാലും ഇനി കുറച്ച് കാലത്തേക്ക് ശല്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഇനി അവനെ നിയമം കൊണ്ട് നേരിടാൻ പറ്റിയില്ലെങ്കിൽ മുഷ്ടി കൊണ്ട് തന്നെ നേരിടണം നമുക്ക്, അതിൽ അവൻ ഒതുങ്ങൂ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ കൈ ചുറ്റി പിടിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ സത്യഭാമയാണെങ്കിൽ കളക്ടറേറ്റിലെത്തുന്നുണ്ട്. അന്നേരം എല്ലാവരും ഓരോ പാക്കറ്റൊക്കെ എടുക്കുന്നുണ്ട്. അന്നേരം ഇതിനെന്താ വിലയെന്ന് ചോദിക്കുമ്പോൾ 45 രൂപയാണ്, പക്ഷേ ഞാൻ 35 രൂപയ്ക്ക് തരാം, ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാകുന്നതാണ് എന്ന് പറയുമ്പോൾ സജിയും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്, ഇതിനൊക്കെ ഇത്രയും വിലയുണ്ടോ, പിന്നെ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇത്രയും വില കൂടി കിടക്കുന്ന സമയത്ത് നിങ്ങളിതൊക്കെ ശുദ്ധമായ എണ്ണയിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ സമ്മതിക്കാനാവും? ചുമ്മാ ആളെ പറ്റിക്കാതെ ഇതിൽ പിന്നെ നെയിമും കമ്പനിയുടെ പേരോ മാനുഫാക്ചറിങ് ഡേറ്റോ എക്സ്പയറി ഡേറ്റോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ, എന്നിട്ട് ലോകത്തെങ്ങും ഇല്ലാത്ത വിലയും ഒന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനുഷ്യന് ക്യാൻസർ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ പറ്റിപ്പോയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, പോലീസ് വരട്ടെ എന്ന് പറയുകയാണ്. അന്നേരം അയ്യോ അങ്ങനെയൊന്നുമല്ല, ഞാനത് കുടുംബശ്രീ ഉൽപ്പന്നം പോലെ ഉണ്ടാക്കുന്നതാണ്, വീട്ടിൽ വെച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കുന്നതാണ്, ഞാൻ സത്യമാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സജിയും മറ്റ് സ്റ്റാഫും ഒന്നും ഭാമ പറയുന്നത് കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. പോലീസിനെ വിളിക്കാനൊക്കെ പറയുന്നുണ്ട്, വിളിക്കാം എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ അപേക്ഷ എന്ന പോലെ പറയുന്നുണ്ട്, പക്ഷേ അവർ കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. അന്നേരം ശാലിനി ആണെങ്കിൽ അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നേരെ ഒരു സ്റ്റാഫിനോട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ പിന്നെ ആളെ പറ്റിക്കാനായിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയാണ്, അത് കള്ളത്തരമാണ്, അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്, ഒന്നീ പറ്റിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് അവരുടെ ഇതെന്നൊക്കെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ആദ്യമൊന്നും ഭാമയെ കാണുന്നില്ല. പക്ഷേ പെട്ടെന്ന് ഒരാളിങ്ങോട്ട് മാറുമ്പോഴാണ് സത്യഭാമയാണ് എന്നുള്ളത് ശാലിനി അവിടെ കാണുന്നത്. തുടർന്ന് സത്യാമ്മയെന്നും പറഞ്ഞ് ശാലിനി അങ്ങോട്ടത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം സജി പറയുന്നുണ്ട്, ആളെ പറ്റിക്കുകയാണ് ഇവരെ, വെളിച്ചെണ്ണയെന്ന് പറഞ്ഞിട്ട് വേദം അഴുക്ക് എണ്ണയിലൊക്കെ ഉണ്ടാക്കി പലഹാരങ്ങൾ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുകയാണ്, പോലീസിനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവം എന്നും പറഞ്ഞുകൊണ്ട് ജോൺ ഇറങ്ങി വരുന്നുണ്ട്. തൊട്ട് പുറകിൽ സതീശനും ഉണ്ട്. അന്നേരം ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ സജിയാണെങ്കിൽ അതുപോലെ പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ ഈ കച്ചവടമൊക്കെ ഇവരുടെ നിരോധിച്ചതല്ലേ, ഈ കള്ളക്കൂട്ടങ്ങളെയൊക്കെ ആരായി കോമ്പൗണ്ടിലേക്ക് കയറ്റി വിട്ടത്, പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇവിടുത്തെ സെക്യൂരിറ്റി എവിടെയെന്ന് ഒക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം സത്യഭാമ ഇങ്ങനെ ജോണിനെ തന്നെ നോക്കുന്നുണ്ട്. പക്ഷേ ജോൺ മുഖം കൊടുക്കുന്നില്ല. അന്നേരം ഭാമ പറയുകയാണ്, സാറല്ലേ പറഞ്ഞത് ഇവിടെ വന്നാൽ കച്ചവടം നടക്കുമെന്ന്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും സാറല്ലേ വരാനായിട്ട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ശാലിനിക്ക് അവിടെ ജോണിൻ്റെ ഉദ്ദേശം മനസ്സിലാവുകയാണ്. അന്നേരം ഞാൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, എനിക്ക് നിങ്ങളെ അറിയുക പോലുമില്ല, നിങ്ങളെന്താ എൻ്റെ അമ്മായിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ശാലിനി ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ഭാമയ്ക്ക് ശാലിനിയോട് ഇങ്ങോട്ട് ദേഷ്യം വരികയാണ്. അപ്പോൾ ശാലിനി കൂടി അറിഞ്ഞിട്ടാണ് ജോൺ തന്നെ വിളിച്ചു വരുത്തിയത്, ശാലിനി കൂടി അങ്ങനെ ഒരു ഇതിന് കൂട്ടുനിന്നു എന്നൊക്കെ ഭാമ മനസ്സിലങ്ങ് വിചാരിച്ച് കൂട്ടുന്നുണ്ട്. അപ്പം പോലീസിനെയൊന്നും ആരും വിളിക്കേണ്ട, ഞാൻ പൊയ്ക്കോളാം, വേണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇടുമെന്ന് പറഞ്ഞാൽ കവർ അങ്ങോട്ട് ബിഗ് ഷോപ്പർ ഭാമ നീട്ടുമ്പോൾ എല്ലാവരും സാധനങ്ങൾ അതിലേക്ക് ഇടുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിലൊരു ഉദ്ദേശവും എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ശാലിനി നോക്കിയിട്ട് തൃപ്തിയായില്ലേടി നിനക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശാലിനിക്ക് ആകുമ്പോൾ സങ്കടം വരുന്നുണ്ട്. ശാലിനി ഒരക്ഷരം മിണ്ടുന്നില്ല. പക്ഷേ ജോണിനെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണ്. എന്നിട്ട് ഭാമയാണെങ്കിൽ കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണീരോടുകൂടി അവിടെ നിന്ന് പോകുന്നുണ്ട്.
തുടർന്നും ജോൺ പറയുന്നുണ്ട്, കള്ളക്കൂട്ടങ്ങളാണ് മാഡം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങ് ആക്ഷേപിച്ചങ്ങൾ സംസാരിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണ്. ഇത്രയ്ക്കൊരു തരം താണ വേല നിങ്ങൾ എന്തിനാണ് ചെയ്തത്? ചില കൂട്ടരാണെങ്കിൽ അധപ്പതിക്കും, പക്ഷേ ഇത്രത്തോളം അധപ്പതിക്കില്ല. ഒരു പാവം പിടിച്ച സ്ത്രീയെ ഇങ്ങനെ വിളിച്ചു വരുത്തി അപമാനിച്ചപ്പോൾ നിങ്ങൾക്കതിൽ എന്ത് സന്തോഷമാണ് കിട്ടിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതിന് മാഡം ഇത്ര ചൂടാവാൻ എന്താ, അത് മാഡത്തിൻ്റെ ബന്ധുവൊന്നും അല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നേരവും ശാലിനി പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ നൊന്ത് പ്രസവിച്ച ഒരമ്മയില്ലേ, അപ്പോൾ അവരോട് പോയി ചോദിച്ചു നോക്ക്, ഇങ്ങനെ മറ്റുള്ളവരുടെ ശാപം പേറി ഇങ്ങനെ പിന്നെ ഭൂമിയിൽ ജീവിക്കാനായിട്ട് എന്നെ എന്തിനാണ് പ്രസവിച്ചതെന്ന് നിങ്ങളും പോയി ചോദിച്ചു നോക്ക് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു സ്വഭാവം വെച്ച് അങ്ങനെ ഒരു സ്ത്രീ എന്തായാലും നിങ്ങളുടെ വീട്ടിലുണ്ടായില്ല. നിങ്ങളുടെ തലവെട്ടം കണ്ടപ്പോഴേ അവർ ഈ ലോകത്തിൽ നിന്ന് പോയി കാണും. നരകത്തിലിരുന്നു കൊണ്ട് അവരിതൊക്കെ കാണുന്നുണ്ടാകും. സ്വർഗത്തിലേക്ക് പോകാനായിട്ട് സാധിക്കില്ലല്ലോ, നിങ്ങളുടെ അമ്മയല്ലേ എന്നൊക്കെ ഇങ്ങനെ ശാലിനി ആകെ ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ജോണിന് ഒരക്ഷരം മിണ്ടാനായിട്ട് സാധിക്കുന്നില്ല. ആകെ നാണം കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തിൽ ശാലിനി അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം ജോൺ ആ ഒരു ദേഷ്യം ബാക്കിയുള്ളവരോട് തീർക്കുകയാണ്. നിങ്ങളൊക്കെ എന്ത് കാണാനാണ് നിൽക്കുന്നത്, കയറി പോയി എന്ന് പറയുമ്പോൾ എല്ലാവരും കയറി പോകുന്നുണ്ട്. എന്നിട്ട് ജോണിങ്ങനെ കാറി ചാരി നിൽക്കുമ്പോൾ സതീഷിനടുത്തേക്ക് ഇരുന്നുണ്ട്. സാറെന്ന് വിളിക്കുമ്പോൾ വരട്ടടോ, നമ്മുടെ കയ്യിലത്തേക്ക് വീണ്ടും വരും എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. പക്ഷേ ആകെ ആ ഒരു ശാലിനിയുടെ സംസാരത്തിൽ ജോൺ ആകെ അങ്ങ് മാനം കെട്ട് നിൽക്കുകയാണ്. തുടർന്ന് സത്യഭാമയാണെങ്കിൽ കളക്ടറേറ്റിൻ്റെ ഗേറ്റ് കടന്ന് പോകുമ്പോൾ വിഷ്ണുവിടെ ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം അമ്മയാണല്ലോ എന്നും പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട്. അമ്മ എന്താ ഇവിടെ, എന്താണെന്ന് ചോദിക്കുമ്പോൾ ഭാമ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിനോടൊന്നും സംസാരിക്കുന്നില്ല. അതുവഴി ഒരു ഓട്ടോ വരുമ്പോൾ കൈ കാണിച്ചിട്ട് ഭാമ അതിൽ ആകെ ദേഷ്യത്തിലൊക്കെയാണ് കയറി പോകുന്നുണ്ട്. അന്നേരം സംഭവം മനസ്സിലാകാതെ വിഷ്ണു നിൽക്കുന്നുണ്ട്. പക്ഷേ ഓട്ടോയിൽ പോകുന്ന ഭാമയാണെങ്കിൽ ആകെ വിഷമിച്ചാണ് ഓട്ടോയിൽ ഇരിക്കുന്നതൊക്കെ. അതിനുശേഷം ശാലിനി ഇങ്ങനെ ക്യാബിനിൽ വിഷമിച്ചിരിക്കുമ്പോൾ വിഷ്ണു ആണെങ്കിൽ അകത്തേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷേ ഡോറ് തുറന്ന് ചെല്ലുമ്പോൾ ശാലിനി ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ നോക്കിയിട്ട് വിഷ്ണു അങ്ങ് പുറത്തേക്ക് ഇറങ്ങി എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. ശാലിനി ഇങ്ങനെ അകത്ത് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്നവിടെ വിഷ്ണു മനസ്സിലാക്കി കാണണം. തുടർന്ന് സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ ക്ലാസ്സിലാണെങ്കിൽ സത്യയും പപ്പിയും ബാക്കി എല്ലാ കുട്ടികളൊക്കെ ഉണ്ട്. അന്നേരം രമേശാണെങ്കിൽ ഈ സത്യയോടും പപ്പിയോടും വീണ്ടും വഴക്കിന് വരികയാണ്. ഞങ്ങൾ ഇത്തവണ ടൂറിന് പോകുന്നുണ്ട്, നിങ്ങൾ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളും പോയിട്ടുണ്ട് ടൂറിനെന്നൊക്കെ സത്യ പറയുന്നുണ്ട്. അന്നേരം എവിടെയാണ് പോയെന്ന് ചോദിക്കുമ്പോൾ പെൺമിടിയിൽ വാട്ടർ തീം പാർക്കിൽ എല്ലാ റൈഡിലും കയറി എന്നൊക്കെ ഇങ്ങനെ പപ്പി പറയുന്നുണ്ട്. അച്ഛനോട് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുന്നൊക്കെ ഇങ്ങനെ സത്യ പറയുകയാണ്. ഓ പിന്നെ ഒരച്ഛൻ വന്നിരിക്കുന്നു, കൊണ്ടുപോകാം, പിന്നെ ഇവരുടെ അച്ഛൻ്റെ കാര്യമൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് പപ്പിയെ കുറിച്ചാണ് പറയുന്നത്. എപ്പോഴും കള്ളം കുടിച്ച് റോഡിൽ നടക്കുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പപ്പിക്ക് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം ഒന്ന് പോടാ ചെക്കാന്നൊക്കെ സത്യ പറയുന്നുണ്ട്. ഇങ്ങനെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ പപ്പിയാണെങ്കിൽ ദേഷ്യം വന്ന് രമേശിനെ പിടിച്ചൊരു തള്ളു തള്ളുകയാണ്. തറയിൽ ചെന്ന് വീഴുമ്പോൾ മറ്റു കുട്ടികളൊക്കെ കളിയാക്കുന്നുണ്ട്. അന്നേരം പ്രിൻസിപ്പൾ അകത്തേക്ക് വരുന്നുണ്ട്. അന്നേരം എന്താ ഇവിടെ പ്രശ്നം എന്നിങ്ങനെ എന്താ രമേശൻ ചോദിക്കുമ്പോൾ രമേശ് ഇങ്ങനെ പപ്പിയെ നോക്കുന്നു. അന്ന് പറയല്ലേ എന്നിങ്ങനെ പപ്പി കണ്ണ് കാണിക്കുകയാണ്. അന്നേരം രമേശ് പറയുന്നില്ല, ഇല്ല ടീച്ചർ ഒന്നുമില്ല, കാലം തെന്നിയതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ ശരി, എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ 9th പഠിച്ചിരുന്ന സുജിത്ത് എന്ന കുട്ടിയുടെ അപകടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ അവർ സാമ്പത്തികമായിട്ട് വളരെ ഇതിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അവരെ സഹായിക്കാനായിട്ട് നമ്മളിവിടെ ഒരു ഫുഡ് മേള സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം. പങ്കെടുത്താൽ മാത്രം പോരാ, ഓരോ ഐറ്റം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരണം. ഉണ്ടാക്കുന്നത് വീട്ടിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള സാധനമായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ചട്ടം കെട്ടുന്നുണ്ട്. അന്നേരം സത്യ ചോദിക്കുന്നുണ്ട്, എന്താ പപ്പി നമ്മൾ ഉണ്ടാക്കാൻ ചോദിക്കുമ്പോൾ എന്തായാലും രമേശ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലൊരു സാധനം ഉണ്ടാക്കണമെന്ന് ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. അന്നേരം പപ്പിയോട് ഇങ്ങനെ രമേശ് ചോദിക്കുകയാണ്, എന്താ പപ്പി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പൊട ചെക്കാന്നിങ്ങനെ പപ്പി പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഈ സമയം അവിടെ കുടുംബശ്രീ വീട്ടിൽ ഗോപാലകൃഷ്ണൻ എന്ന പത്രമൊക്കെ വായിക്കുന്നുണ്ട്. ശാരദാമ്മ ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ അപ്പോഴത്തേക്ക് ശ്യാമ വിളിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. പോണ്ടിച്ചേരിയിൽ എവിടെയോ താമസമാണെന്ന് പറഞ്ഞു. പപ്പിയുടെ കാര്യം ചോദിച്ചു, അത് തന്നെ ഭാഗ്യം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാരിയാണെങ്കിൽ തുണിയൊക്കെ ഓണക്കാനിട്ട തുണിയൊക്കെ പറക്കിക്കൊണ്ട് മുറ്റത്തുനിന്ന് കയറി വരുന്നുണ്ട്. അന്നേരം അത് പിന്നെ അല്ലെങ്കിലും അങ്ങനെയാണ്, വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ വീട്ടിലുള്ളവരെ കുറിച്ചുള്ള ചിന്തയേ ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാരി അങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, അപ്പം നീ പിന്നെ എങ്ങനെയായിരുന്നു, ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അന്നേരം അത് പിന്നെ എനിക്ക് ഫോൺ പോലും തരാതെ എന്നെ എവിടെയായിട്ട് കൊല്ലാക്കൊല ചെയ്യുകയല്ലായിരുന്നോ. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, അത് നിൻ്റെ ഭർത്താവിൻ്റെ അമ്മായി അമ്മയാണ്, നിൻ്റെ സംസാരമൊന്നും ശരിയല്ല, അവരോടുള്ള പെരുമാറ്റമൊക്കെ നേരെ ആക്കണം എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ എന്നോട് ചെയ്തതൊക്കെ എന്നും പറഞ്ഞ് ശാരിക്ക് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം അമ്മായിയമ്മയും മരുമകളും ഒക്കെ ലോകത്ത് നല്ല രീതിയിൽ ജീവിക്കുന്നത് വളരെ വളരെ വിരളമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. നിനക്ക് പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല
സമ്മതിച്ചില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശാരികയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്ന് സംസാരം തുടരുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, ഇനി അതിൻ്റെ കാര്യത്തിലൊരു വാക്ക് തർക്കം വേണ്ട, രാജീവ് വരട്ടെ, രാജീവിൻ്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് അതിലൊരു തീരുമാനം ഉണ്ടാക്കാം എന്നല്ലേ പറഞ്ഞത്, ഇനി അതിനെക്കുറിച്ച് സംസാരം വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാരിക ചോദിക്കുന്നുണ്ട്, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, പിന്നെ ആ നൂർജഹാൻ ഇത്രയും ദിവസം എന്തിനായി വീട്ടിൽ കയറി താമസിപ്പിച്ചത്, അവൾ നിങ്ങളെന്തോ പേടിക്കുന്നുണ്ട്, എന്തോ ഒരു രഹസ്യം അച്ഛനും അമ്മയ്ക്കും അറിയാം, അത് മുതലെടുത്താണ് അവൾ ഇത്രയും ദിവസം ഇവിടെ നിന്നതെന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പേപ്പറൊക്കെ ഇങ്ങോട്ട് എറിഞ്ഞിട്ട് ദേഷ്യത്തോടെ എഴുന്നേൽക്കുന്നുണ്ട്. എന്ത് രഹസ്യം, അവൾ എനിക്ക് അന്യൊന്നുമല്ല, അതെൻ്റെ മകൻ്റെ ഭാര്യയാണ്, അങ്ങനെ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ അതൊന്നുമല്ല, എന്തോ രഹസ്യം നിങ്ങൾക്ക് അറിയാമെന്ന് പറയുക. അന്നേരം എന്ത് രഹസ്യം എന്ന് ചോദിക്കുകയാണ്. അന്നേരം നൂർജഹാൻ്റെ കസിൻ നസീറിനെ കാണാതായാൽ അമ്മയ്ക്കും അച്ഛനും എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മ മിണ്ടാതെ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം മകൾ തന്നെ ഇങ്ങനെ ഒരു സംശയം പറയുമ്പോൾ പിന്നെ പോലീസുകാർ വന്ന് നമ്മളെ നേരെ എടുത്തുകൊണ്ട് ജയിലിലേക്ക് ഇട്ടാൽ മാത്രം മതിയല്ലോ. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് എന്ത് സംസാരിക്കണം എന്താണ് എന്നൊന്നും അറിയില്ല, ഇനി കൂടുതൽ ഞാൻ ഇവിടെ നിന്നാലായിട്ട് ശരിയാവില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ശാരദയെന്ന് പറഞ്ഞിട്ട് ആ സംസാരം അവസാനിപ്പിക്കാൻ എന്നോണം തന്നെയാണ് ഗോപാലകൃഷ്ണൻ ഇറങ്ങുകയാണ്. പക്ഷെ ഇറങ്ങാൻ നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, മക്കളെ സ്നേഹിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നവർക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ പേരിൽ അച്ഛനെയും അമ്മയും കൊലയ്ക്ക് കൊടുക്കരുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മരണമല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അന്നേരം ശാരികയാണെങ്കിൽ ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാനൊരു സംശയം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്, അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയില്ലേ, പല സ്ഥലത്തും പലരെയൊക്കെ കാണാതാകുന്നുണ്ട്, അതൊക്കെ അന്വേഷിച്ച് എൻ്റെ മോള് പോകണ്ട, ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുക, ജനിക്കാൻ പോകുന്ന കുഞ്ഞെങ്കിലും അങ്ങനെ നല്ല രീതിക്ക് വരട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാരദാമ്മ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം ശാരിക പക്ഷേ സംശയത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്, എന്തോ രഹസ്യമുണ്ട്, ഇവർ ഒളിക്കുന്നുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് ശാരി ഇങ്ങനെ നിൽക്കുന്നു. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ഈ ജോണിനെയും ആ ഒരു സതീശനെയും വഴിക്ക് വെച്ചിട്ട് ശാലിനിയും വിഷ്ണുവൊക്കെ കാണുകയൊക്കെ ചെയ്യും. ആ ഒരു സംസാരമൊക്കെ അവിടെ റോഡിലുണ്ടാകുന്നതും പിന്നീട് ഫാമയ്ക്കും ആ ഒരു ദേഷ്യമാണ്, ശാലിനി കൂടി അറിഞ്ഞിട്ടാണ് ജോൺ തന്നെ വിളിച്ചു വരുത്തി അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയത് എന്നൊക്കെ അവിടെ ഫാമയങ്ങ് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ എന്താകും എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡ് വരുമ്പോൾ നോക്കാം. ഓക്കെ, താങ്ക് യു.